ഹായ്, ഇതൊരു അംബ്രല്ല ഫ്രോക്കിൻ്റെ കട്ടിങ്ങും ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഇതിൽ നമ്മളെടുത്തതൊരു റയോൺ മെറ്റീരിയൽ പോലത്തെ ഒരു പ്രിൻ്റഡ് വരുന്ന ഒരു മെറ്റീരിയലാണ്. ഇതൊരു 3 മീറ്റർ മെറ്റീരിയൽ ഉണ്ട്. പിന്നെ കോട്ടൺ അല്ല, റയോണും അല്ല, അങ്ങനത്തെ ഒരു നല്ലൊരു മെറ്റീരിയലാണ്. ഇതിന് മീറ്ററിന് 150 രൂപയാണ് വന്നത്. ഇത് ഞാൻ ആദ്യം ചെയ്തത് ഫുൾ നിവർത്തിയിട്ട് ബോഡി ഭാഗം കട്ട് ചെയ്യാൻ മാത്രമുള്ള പീസ് എടുത്ത് മാറ്റും. അല്ലാണ്ട് ഇതിൽ നമ്മൾ കുറേ മീറ്റർ ഒരു 3 മീറ്റർ ആയതുകൊണ്ട് മുറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഞാൻ ചെയ്തത് എനിക്ക് ബോഡിക്ക് വേണ്ടത് 15ആണ്. അങ്ങനെ നടു രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നീളത്തിൽ ഞാൻ 30 എടുത്ത്. എനിക്ക് ആകെ ബോഡീൻ്റെ ലെങ്ത്ത് 14ആണ്. അതിൽ 1 ഇഞ്ച് പിന്നെ എക്സ്ട്രാ വെച്ചിട്ട് 15 ഇഞ്ചിൽ 30 മീറ്റർ 30ൽ ഇങ്ങനെ എടുത്ത് 15 + 15 30. അങ്ങനെ നീളത്തിൽ 30 എടുത്തതിന് ശേഷം നടു മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 15 എന്ന് പറഞ്ഞാൽ 16 ഷോൾഡറിനും പോവും, താഴെ സ്കേർട്ട് യോജിപ്പിക്കുമ്പോൾ അരയും പോവും. അതാണ് 1 ഇഞ്ച് മാത്രം എടുത്തത്. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ 1.5 ഇഞ്ചെല്ലാം വേണമെങ്കിൽ എടുക്കാം. ഞാൻ അത്രയും എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ 30 അടയാളപ്പെടുത്തിയതിന് ശേഷം ഇനി ഇതിന് രണ്ടായിട്ടങ്ങ് അവിടുന്ന് കട്ട് ചെയ്തതിന് ശേഷം രണ്ടായിട്ട് മടക്കിയിട്ട് നീളത്തിലും ആക്കിയിട്ട് നമ്മൾ നടുക്ക് മടക്കിയതിന് ശേഷം അത് കണ്ടോ 15ആണ് കിട്ടിയത്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡറും ആം ഹോളും എല്ലാം അടയാളപ്പെടുത്താം. ഇതിൽ നെക്ക് ലെങ്ത്ത് അതായത് ക്യാൻവാസിലാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഇതിൽ നെക്ക് ഞാൻ അടയാളപ്പെടുത്തുന്നില്ല. ഇതെന്ന് വെച്ചാൽ നമുക്ക് കോട്ടൺ മെറ്റീരിയൽ ശരിക്കും മടക്കുമ്പോൾ ഒരേ ലെവലിൽ കിട്ടുന്നത്. അത് ഞാൻ കുറച്ചും കൂടി പിന്നെയും നിവർത്തിയിട്ട് മടക്കിയത്. നീളത്തിൽ മടക്കിയതിന് ശേഷം രണ്ടായിട്ടങ്ങ് മടക്കിയിടുകയാണ് ചെയ്തത്. ഇനി ഷോൾഡർ 5.5 ആം ഹോൾ 6 ഇഞ്ചും ഇതിൽ അടയാളപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിട്ടില്ല. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് കാണുന്നില്ല. അതെൻ്റെ ശ്രദ്ധക്കുറവെന്നോ വരുന്നതാണ്. അതൊന്നാമത് എൻ്റെ ഫോണിന് കുറച്ചൊരു വെയിറ്റ് ഉള്ളതുപോലെയുണ്ട്. അതായത് സ്റ്റാൻഡിൽ വെക്കുമ്പോൾ ആദ്യം കറക്റ്റായിട്ട് നമ്മൾ വെച്ചിട്ടായിരിക്കും കട്ട് ചെയ്യാൻ പോകുന്നത്. അന്നേരം ഇത് തനിയേ ഫോണിങ്ങനെ താണ് ഈ സ്റ്റാൻഡ് ഇതിൽ വെച്ച സാധനം ഇങ്ങനെ താണ് പോകുന്ന കൊണ്ട് പറ്റുന്നൊരു ഇതാണ്. ആദ്യമെല്ലാം ലെവൽ ഓക്കെ ആക്കിയിട്ട് വെക്കും. പക്ഷെ ഒരാൾ കൂടെ നിന്നിട്ട് അത് നോക്കി ചെയ്യാമെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച് ഞാൻ രണ്ടാമത് വീണ്ടും ഇത് കാണിക്കുകയാണ് ചെയ്യുന്നത്. എനിക്കിവിടെ ജസ്റ്റ് 8 ഇഞ്ചും 2 ഇഞ്ച് തയ്യൽ തുമ്പാണ് എടുത്തത്. പിന്നെ താഴത്തെ വേസ്റ്റ് ഭാഗവും ഞാൻ എടുക്കുന്നത് 6.25 പിന്നെ 2 ഇഞ്ചും. 6.25 ഞാൻ 7 ഇഞ്ചാണ് കൊടുത്തത്. പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമ്മളിത് രണ്ടും കൂടി യോജിപ്പിക്കും. പിന്നെ ഇത് ചെസ്റ്റിനെക്കാട്ട് കൂടുതലാണെങ്കിൽ നമുക്ക് ബ്രസ്റ്റിൻ്റെ അളവ് എടുക്കണം. ഇത് പക്ഷേ രണ്ടും ഒരേ ഇതായതുകൊണ്ട് ഒരേ അളവായതുകൊണ്ട് പിന്നെ അതെടുക്കേണ്ട ആവശ്യമില്ല. ചില കുട്ടികൾക്ക് രണ്ടും മാറ്റം ഉണ്ടാവില്ല. ഇതൊരു 14 വയസ്സിൻ്റെ ഒരു കുട്ടീൻ്റെയാണ്. എന്നിട്ട് നമ്മൾ ആം ഹോൾ കർവ് വെച്ചിട്ട് ആ ആം ഹോൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അടയാളപ്പെടുത്തിയാലോ പിന്നെ റൗണ്ട് എത്രയാണോ അതായി അടയാളപ്പെടുത്തിയതിൽ കിട്ടുന്നുണ്ടോ നോക്കണം. ഞാനതാ പിന്നെ താഴ്ഭാഗം നമ്മൾ ഫ്രോക്കിനേക്ക് യോജിപ്പിക്കുമ്പോൾ അവിടെ നമുക്ക് 1/2 ഇഞ്ച് കുറച്ച് മേലോട്ട് അടയാളപ്പെടുത്തണം. 1/2 ഇഞ്ച് താഴ്ഭാഗത്തുനിന്ന്. അതെന്ന് വെച്ചാൽ നമ്മളത് ലെവലിൽ കട്ട് പോയി ചെയ്താൽ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴ്ഭാഗം ഒരു തൂങ്ങി നിൽക്കുന്ന പോലെ തോന്നും, ബോഡിയുടെ ഭാഗം. അതിനാണ് 1/2 ഇഞ്ചാണ് കട്ട് ചെയ്യുന്നത്. ഞാനിതിപ്പോൾ 1/2 ഇഞ്ച് പിന്നെ കുഴിച്ച് മുറിക്കാനും ചെറുങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ കുഴിച്ച് മുറിക്കുമ്പോൾ നമ്മൾ ആം ഹോൾ കുഴിച്ച് മുറിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ സ്ലീവും നമ്മൾ കുഴിച്ച് മുറിക്കണം. ഞാനിതിപ്പം കട്ട് ചെയ്യുന്നെടുക്കുന്നത് നിർത്തിയിട്ട് എന്നോട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന് ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ അതെനിക്ക് കറക്റ്റ് തന്നെയാണ് കിട്ടിയത്. മോക്ക് 14 ഇഞ്ചാണ് ആം റൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കൈക്കുഴി റൗണ്ടിലെടുക്കുന്നത്. അതിൻ്റെ പകുതി 7 ഇഞ്ച് ഉണ്ടോ നോക്കിയിട്ട് ഞാൻ കട്ട് ചെയ്യുക ചെയ്തത്. അല്ല അവിടെ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഈ കൈ പൊന്തിക്കുമ്പോൾ അവിടെ ഒരു ടൈറ്റ് വരും. അതിന് വേണ്ടിയാണ് നമ്മളങ്ങനെ നോക്കുന്നത്. എൻ്റെ കത്രി ഞാൻ ഇതുവരെ ശരിയാക്കിയിട്ടില്ല. സ്റ്റിച്ച് കട്ട് ചെയ്യുമ്പോൾ അത് കുറച്ച് സ്പീഡിൽ കട്ട് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. ടൗണിൽ പോകണം, അതുകൊണ്ട് ടൗണിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ചെയ്തിട്ടില്ല. ഇനി ഈ 1/2 ഇഞ്ച് അവിടെ മാത്രമാണ് എല്ലാ വശവും വേണ്ട. ഞാൻ കട്ട് ചെയ്ത ബണ്ടിൽ ഈ അറ്റത്ത് മാത്രമാണ് 1/2 ഇഞ്ച് കൊടുത്തിട്ടുള്ളൂ. നമ്മളിപ്പോൾ സ്ട്രെയിറ്റിൽ കൊടുക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലാണ് ബോറായിട്ട് തോന്നുക. പിന്നെ ഞാൻ നോക്കുന്നതാണ് ശരിയായിനോ തെറ്റിപ്പോയിനോ എന്നൊന്നും കൂടി ചെക്ക് ചെയ്തതാണ്. പിന്നെ രണ്ട് സെപ്പറേറ്റ് ആക്കുന്നത്. ഇതിന് പിന്നെ
സിബൊന്നും വെക്കാത്തത് കൊണ്ട് ഒരേ ലെവലിൽ ചെയ്യാം. സിബ് വെക്കുന്നുണ്ട് നമ്മൾ സിബിന് 1/4 ഇഞ്ച് കൊടുക്കണം. പക്ഷേ ഞാൻ സിബ് വെക്കുന്നില്ല. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പിന്നെ മോക്ക് വേണ്ടിയിട്ടാണ്. മോള് പറഞ്ഞത് അത് ഫ്രണ്ടിൽ സ്ക്വയറും ബാക്കിൽ റൗണ്ടും നെക്കുമാണ്. പക്ഷെ നല്ല കുഴിച്ചിട്ട് വേണമെന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ ബാക്ക് വശം നമ്മൾ സാരി ബ്ലൗസെല്ലാം ചെയ്യുമ്പോൾ ബാക്ക് വശത്ത് ഇത് ഇറക്കം കൂടുന്നതനുസരിച്ച് ഷോൾഡറിന് മാറ്റം വരും. ഇതിലിവിടെ അങ്ങനെ ഞാൻ നോക്കി. പിന്നെ ഞാൻ ചെയ്യുന്നത് സ്ലീവാണ്. സ്ലീവിന് നമ്മൾ ഇതില്ലേ ഫ്രണ്ട് സ്ലീവ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത പാട് നമ്മൾ ആം റൗണ്ട് കുഴിച്ച് ഫ്രണ്ട് വശത്തിൻ്റെ ആം റൗണ്ടിൻ്റെ അളവെടുക്കാൻ പാടില്ല. കാരണം അവിടെ നമ്മൾ 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ബാക്ക് വശത്തിൻ്റെ ആം റൗണ്ടാണ് അളവെടുക്കേണ്ടത്. എന്നിട്ട് അവിടെ എത്രയാണോ കിട്ടിയത്, എനിക്ക് 10 കിട്ടിയ 11 തോന്നുന്നു, 11 കിട്ടി. താഴോട്ടേക്ക് 3 ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ട് ആ 3 ഇഞ്ചിലേക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ ചെയ്യാം. ഞാൻ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ വോയിസ് കൊടുത്തിട്ടില്ല, പിന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ്. പിന്നെ നമുക്കവിടെ 10 കിട്ടിയെങ്കിൽ 10ൻ്റെ പകുതി 5 സെൻറ്ററിൽ അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കുഴിച്ചിട്ട് മേലേക്കേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് താഴെ വശം അവിടുന്ന് ഫുൾ സ്ലീവാണ്. അതുകൊണ്ട് 6 ഇഞ്ച് കൈൻ്റെ നീളം കൊടുത്തിട്ട് അവിടെ അടയാളപ്പെടുത്തിയിട്ട് എത്രയാണോ റൗണ്ടിൽ അതും അടയാളപ്പെടുത്തുക. താഴെ വശവും അങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ നീളത്തിൽ ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഫ്രണ്ട് വശം നമ്മൾ 1/2 ഇഞ്ച് വെച്ചിട്ട് അതും കുഴിച്ച് കട്ട് ചെയ്തെടുക്കുകയും വേണം. പിന്നെയെന്ന് വെച്ചാൽ ഞാനിത് ബോഡിയുടെ ഭാഗം ഫുൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ അംബ്രല കട്ട് ചെയ്യൽ. കാരണം അന്നാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ വേസ്റ്റിൽ എത്രയാണോ കിട്ടിയത് അത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് കൊണ്ട് നമുക്ക് ചെയ്യാം. പക്ഷെ അതിന് കൂടുതൽ എളുപ്പം നമുക്ക് ബോഡിയിൽ ഷോൾഡറെല്ലാം അടയാളപ്പെടുത്തി എല്ലാ നെക്ക് സ്റ്റിച്ച് ചെയ്ത് സ്ലീവെല്ലാം ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എത്രയാണോ ബോഡി നമ്മൾ അളന്നെടുത്ത് കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് ചെസ്റ്റ് വേസ്റ്റും കൂടി കൂട്ടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫുൾ റൗണ്ടാക്കി എടുത്തിട്ട് നമുക്ക് അത് അംബ്രല എത്രയാണോ കിട്ടുന്നത് അത് ഞാനിവിടെ ഫുൾ അംബ്രല അല്ല കൊടുത്തത്, സെമി അംബ്രലയാണ് കൊടുക്കുന്നത്. അത്രയേ തുണി എത്തുന്നുണ്ടായിട്ടുള്ളൂ. പക്ഷേ സെമി അംബ്രല കൊടുത്താലും കുറച്ച് മെറ്റീരിയൽ ബാക്കി വരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ട് വശം കുഴിച്ച് കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കണം. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു തിരിയാണ്ടായിപ്പോവും. പിന്നെ ഞാനിവിടെ കൊടുക്കുന്നത് നെക്ക് 2.5 ഇഞ്ചാണ് കൊടുത്തത്. 2.5 ഇഞ്ച്. പിന്നെ ഫ്രണ്ട് വശത്ത് 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. പിന്നെ അവിടെ തന്നെ 2.5 ഇഞ്ച് 2.5 ഇഞ്ചും 2 ഇഞ്ച് 2.5യും അതിൻ്റെ ഒപ്പം 2 ഇഞ്ച് കൂട്ടിയിട്ട് 2 ഇഞ്ചല്ല 2 പോയിൻറ്റ് 2.25 ഇല്ല 2.5 തന്നെ അങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് സ്ക്വയർ നെക്കാണ്. ഫ്രണ്ടിൽ സ്ക്വയറാണ് പറഞ്ഞല്ലോ, ബാക്കിൽ റൗണ്ടും അങ്ങനെ ഞാൻ അടയാളപ്പെടുത്തിയിട്ട് വരയ്ക്കുന്നത്. ഇത് സിമ്പിളാണ് നമുക്ക് ചെയ്യുക. ഫുൾ അംബ്രല ആകുമ്പോൾ നമുക്കൊരു 4 മീറ്റർ വേണ്ടി വരുമായിരിക്കും. ഞാൻ അംബ്രല എന്ന് പറയാൻ കഴിയില്ല, മോക്ക് ഇത് ഫുള്ളായിട്ട് പാൻറ് ഇട്ടിട്ട് ഇടാൻ വേണ്ടിയിട്ട്, ഫ്രോക്ക് പോലെയല്ല, കുറച്ച് നല്ല ഇറക്കത്തിലാണ് ചെയ്തത്. ഫുള്ളിൽ നല്ല കുറച്ച് ഒരുവിധം മൊത്തം എനിക്ക് 42 ഫുൾ ലെങ്ത്ത് എടുക്കുന്നത്. മോൾ ഹൈറ്റ് ഉള്ളത് കൊണ്ട് കുറച്ച് നല്ല ലെങ്ത്തിലെടുത്തത്. പിന്നെ ബാക്കിലൊരു കെട്ടാൻ വേണ്ടിയിട്ട് നെക്കിന് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ഭാഗത്ത് ടൈ പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ പിന്നെ ഷോൾഡർ ഇറങ്ങിപ്പോകുന്നത് അത് കെട്ടാണ്ടൊന്നും ഷോൾഡർ ഇറങ്ങുന്നൊന്നുമില്ല. പക്ഷേ കെട്ടിയിട്ട് ഇറങ്ങിപ്പോവാന്നുള്ളൊരു ഇതിനുകൊണ്ട് കെട്ടും കൊടുത്തിന് ഒക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് ബാക്കിൽ ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് ഉണ്ട്. അതും പിന്നെ 1/2 ഇഞ്ച് മേലോട്ട് അങ്ങനെ വെച്ച് നമ്മൾ കട്ട് ചെയ്താലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ അതൊരു അടയാളപ്പെടുത്തി ഇതാക്കേണ്ട ആവശ്യമില്ല. ഇത് അവിടെ നിന്ന് വലിഞ്ഞു ഇതായി പോവുകയൊന്നും ചെയ്യൂല. അങ്ങനെ ഞാൻ ഇത് ബാക്ക് വശമാണ് ചെയ്യുന്നത്. ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ബാക്ക് ഞാൻ 6 ഇഞ്ച് 6.5 കൊടുത്ത് 6.5 ആകുമ്പോൾ 1/2 ഇഞ്ച് നെക്കിനും പോകുമല്ലോ, അന്നേരം 6 ഇഞ്ചാണ് കിട്ടുക. അങ്ങനെ ബാക്ക് വശവും കട്ട് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ കാണാണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ വോയിസാണ് കൊടുത്തത്, അതുകൊണ്ട് ഇത് കാണുന്നുണ്ടല്ലോ കാണാത്തതെല്ലാം. അത് ഫോൺ ഇങ്ങനെ താഴ്ന്ന് പോകുന്നതുകൊണ്ടാണ് പറ്റുന്നൊരു അബദ്ധമാണ് കേട്ടോ.
ഇനി ഇത് ഫുൾ നമ്മൾ അവിടെ നിന്ന് 1 ഇഞ്ചിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം. നിങ്ങൾക്കിത് നല്ല എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, ഞാനത് നോക്കിയിട്ട് ചെയ്തു തരാം. അതെന്നാൽ ഫോൺ നമ്മൾ കവറിൽ നിന്ന് ഊരിയിട്ട് വെക്കുമ്പോൾ ശരിയാവുന്നില്ല. എൻ്റെ ഫോൺ കുറച്ചൊരു വെയിറ്റുള്ളൊരു ഫോണാണ്. ബാക്ക് വശം ഫ്രണ്ട് വശം കണ്ടില്ലേ, നല്ല കാഴ്ച, നല്ല ഇത് അധികം ഇറക്കവും ഉണ്ട്, പക്ഷെ അത് നല്ലൊരു ഭംഗിയുണ്ട് അതിന് സ്റ്റിച്ച് ചെയ്തിട്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. നമ്മൾ ആദ്യം ലൈനിങ്ങിൽ എല്ലാം തുണിയെല്ലാം വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ അത് നമ്മൾ മറച്ചിട്ടാണ് അത് നല്ല വശത്ത് വെച്ചിട്ട് മോശം വശത്തേക്കാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ച് നെക്ക് ഇതാക്കുന്നത്. പിന്നെ ഷോൾഡർ ജോയിൻ്റ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത്, ഞാനത് മൊത്തം സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും എടുത്തില്ല. അതെല്ലാം എടുക്കുമ്പോൾ ലെങ്ത്തായി പോകുന്നതുകൊണ്ട് കുറച്ചാണ് എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മളിത് ഞാൻ പറഞ്ഞല്ലോ ബാക്കിലൊരു കെട്ട് കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ടി എടുത്തതാണ്. അതും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിതെല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞല്ലോ ഇതിൻ്റെ ഫ്രോക്കിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് ആദ്യം നമ്മളിത് ചെറുങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും കൊള്ളിയോ എന്തെങ്കിലും എടുത്തിട്ട് പിന്നെ അത് ഉള്ളിലോട്ട് തിരിച്ചിട്ടാൽ ഇതാവും. പിന്നെ ഇപ്പം ചെയ്യുന്ന സ്ലീവാണ് ജോയിൻ്റ് ചെയ്യുന്നത്. സ്ലീവും കൂടി കഴിഞ്ഞാൽ ബോഡിയുടെ പിന്നെ ഫുൾ ഷേപ്പാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഷേപ്പ് ആക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ചെസ്റ്റും ബ്രസ്റ്റും മാറ്റാണെങ്കിൽ രണ്ടും അതേപോലെ അടയാളപ്പെടുത്തിയിട്ട് വേണം പിന്നെ ഷേപ്പിൽ വരച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ അതേ അളവിൽ ബ്രസ്റ്റും കൂടി വരയ്ക്കുമ്പം ബ്രസ്റ്റിൻ്റെ ഇടയ്ക്ക് എത്തുമ്പോൾ ഭയങ്കര ടൈറ്റാവും. ചില കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. എല്ലാ മക്കളെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് നോക്കിയിട്ട് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു ടൈറ്റ് വന്നിട്ട് ബോറായിരിക്കും, ഷേപ്പിൽ ഉണ്ടാവില്ല നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഫുള്ള് സ്ലീവും പിന്നെ ഇതിൻ്റെ ഭാഗവും മൊത്തം കൂട്ടി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഞാൻ സ്കേർട്ട് കട്ട് ചെയ്യുന്നത്. ഇതേപോലെ 2 സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. രണ്ട് വശം ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അളന്നിട്ട്. ഇനിയിപ്പോൾ ഞാൻ സെമി അംബ്രല്ലയാണ് ഇത് 4ആയിട്ട് മടക്കിയതിന് ശേഷം ഞാനതെന്ത് ചെയ്ത് ആ ബോഡീൻ്റെ ഭാഗമില്ലേ അതവിടെ വെച്ചിട്ട് അടയാളപ്പെടുത്തി. എന്നിട്ട് അത് അടയാളപ്പെടുത്തിയതിന് ശേഷം ടാപ്പ് കൊണ്ട് അളന്ന് നോക്കി. എനിക്കവിടെ 9 ഇഞ്ചാണ് കിട്ടിയത്. പിന്നെ ഈ 9 അത് മേൽഭാഗം കാണുന്ന മേലോട്ട് നിന്നാണ് നമുക്ക് എത്രയാണ് ഈ 9 ഇഞ്ചാണെങ്കിൽ ഇപ്പം നമുക്ക് അതിൻ്റെ ഫുൾ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ ഈ 9 ഇഞ്ചും കൂടി ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഈ 9 ഇഞ്ചും കൂടി ആഡ് ചെയ്യാണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നീളം കുറഞ്ഞു പോകും. ഇത് ഞാൻ 9 ഇഞ്ചും കൂടി അവിടെ നിന്ന് എന്ത് ചെയ്തു 9 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം എളുപ്പത്തിൽ എന്ത് ചെയ്തു എനിക്ക് അതിൻ്റെ താഴ്വശം വെച്ചിട്ട് 38 അങ്ങനെ കിട്ടേണ്ടത് 38 അടയാളപ്പെടുത്തി. ഇതിൻ്റെ അടയാളപ്പെടുത്തിയതിന് ശേഷം എന്ത് ചെയ്ത് മേലോട്ടേക്ക് തന്നെ വെച്ചിട്ട് ഞാൻ ആ റൗണ്ട് പോലെ അടയാളപ്പെടുത്തി കട്ട് ചെയ്യുക ചെയ്ത്. പിന്നെ നല്ല വശം വെച്ചിട്ട് ഇത് ഫുള്ള് സർക്കിൾ രൂപത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.